VM സാദിഖലിയാണ്. എപ്രകാരമാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ ജനുവരി 18, 19 ദിവസങ്ങളിൽ നമ്മൾ നടത്തുന്ന ക്യാമ്പിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളത് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ വാട്സപ്പ് ചാനലിലാണ് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കിട്ടിയാൽ ഉടനെ തന്നെ അതിൽ നമുക്ക് കാണാൻ പറ്റും ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വൈൽഡ് ലൈഫ് ക്യാമ്പ് എന്നുള്ളത് കാണാൻ പറ്റും. ക്യാമ്പിൻ്റെ ഫീ എത്രയാണ് എന്നുള്ളത് ഈ ഒരു ഗൂഗിൾ ഫോമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്യാമറ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 200 mm വരെയുള്ള ലെൻസുകൾക്ക് അഡീഷണലായിട്ട് ഫീയുടെ ഒന്നും ആവശ്യമില്ല. 200 mm മുകളിലാണ് എന്നുണ്ടെങ്കിൽ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു ഫീ കൂടെ നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കേണ്ടി വരും. അത് ഈ ഒരു ക്യാമ്പ് ഫീയിൽ ഉൾപ്പെടില്ല. ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര്, ഏതാണ് ജെൻഡർ, ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ ഇമെയിൽ ID, വാട്സപ്പ് നമ്പർ, നിങ്ങളെ എമർജൻസി കോൺടാക്റ്റ് നമ്പർ, മാതാപിതാക്കളോ പങ്കാളികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ എമർജൻസി കോൺടാക്റ്റ് നമ്പർ, ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. 10 MB മുകളിലുള്ള ഫയലുകൾ അതിൽ സ്വീകരിക്കില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങൾ ഏത് ഫുഡാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ടീഷർട്ടിൻ്റെ അളവ്, പിന്നീടുള്ളത് ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ടും ഗൂഗിൾ പേയുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ക്യാമ്പ് ഫീ അടച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു ടാസ്ക്കാണുള്ളത്. കർണാടക വനം വകുപ്പിൻ്റെ നിയമങ്ങൾക്കൊക്കെ വിധേയമായിട്ട് മാത്രമേ ക്യാമ്പിൽ അനുമതി ഉണ്ടായിരിക്കുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ക്യാമ്പിന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാമ്പിൻ്റെ ഫീ തിരികെ നൽകുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ കാരണം ക്യാമ്പ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പിൻ്റെ ഫീ തിരികെ നൽകുന്നതായിരിക്കും. ഒരു രജിസ്ട്രേഷനിൽ ഒരാൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. 11 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ക്യാമ്പിന് പങ്കെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. മദ്യം, മയക്കുമരുന്നും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ക്യാമ്പിൽ. അപ്പോൾ ഇതിനൊക്കെ പൂർണ്ണ സമ്മതമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ നിയമാവലിയൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പല ആളുകളുടെയും ഗൂഗിൾ ഡ്രൈവ് കംപ്ലീറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഡ്രൈവ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഫയലുകളൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. 35 പേർക്ക് മാത്രമേ ക്യാമ്പിന് അനുമതി ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ.